സാറേ, അയോധ്യ മേഖലയിൽ BJP ഒരു മധുരപ്രതികാരം നടത്തിയെന്ന് കേൾക്കുന്നുണ്ട്. അതെ. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഫൈസാബാദ് എന്ന് പറഞ്ഞ ലോക്സഭാ മണ്ഡലത്തിലാണ് അയോധ്യ വരുന്നത്. ശരിക്കും ആ മണ്ഡലം അയോധ്യ എന്ന് തന്നെയാണ് അറിയപ്പെടുന്നത്. അവിടെ മറ്റേ അവധേഷ് പ്രസാദ് എന്ന് പറഞ്ഞ ദലിതൻ സ്ഥാനാർത്ഥിയാണ്. ഈ ജനറൽ സീറ്റാണ് ഫൈസാബാദ്. അവധേഷ് പ്രസാദിനെ നിർത്തിയാണ് ജയിപ്പിച്ചത് SP അഖിലേഷ് യാദവ്. ഈ അവധേഷ് പ്രസാദ് എന്ന് പറയുന്ന ആൾ ലാലു പ്രസാദിൻ്റെ കാലം മുതൽ പഴയ സോഷ്യലിസ്റ്റാണ്. ആ കാലം മുതൽ ലാലു പ്രസാദിൻ്റെയൊക്കെ വലിയ സുഹൃത്താണ്. പക്ഷേ മിൽക്കിപ്പൂർ എന്ന് പറയുന്നത് ഈ ഫൈസാബാദിലെ നിയമസഭാ മണ്ഡലങ്ങളിൽ ഒന്നാണ്. ഈ മിൽക്കിപ്പൂരിൽ നിന്ന് MLA ആയിരുന്നു അവധേഷ് പ്രസാദ്. അപ്പോൾ ഈ മിൽക്കിപ്പൂരിൽ അപ്പോൾ ഉപതെരഞ്ഞെടുപ്പ് വേണ്ടി വന്നു. കാരണം മറ്റേ ഫൈസാബാദ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നിന്ന് അയോധ്യ മണ്ഡലത്തിൽ നിന്ന് അവധേഷ് പ്രസാദ് ജയിച്ചല്ലോ. അവധേഷ് പ്രസാദ് അവിടെ കൊണ്ട് നിർത്തുകയായിരുന്നു. അപ്പോൾ ഉപതെരഞ്ഞെടുപ്പ് മിൽക്കിപ്പൂരിൽ നടന്നപ്പോൾ അജിത് പ്രസാദിനെ അവധേഷ് പ്രസാദ് മകനെ നിർത്തി അവിടെ. മകനെ ഇന്നലെ തെരഞ്ഞെടുപ്പിൽ BJP തോൽപ്പിച്ചു. ഉപതെരഞ്ഞെടുപ്പ് നടന്ന സ്ഥലത്ത്. അപ്പോൾ കഴിഞ്ഞ ജനുവരിയിൽ ഈ അയോധ്യയിൽ മറ്റേ പ്രാണപ്രതിഷ്ഠ നടന്നല്ലോ. പ്രാണപ്രതിഷ്ഠ നടന്നു കഴിഞ്ഞപ്പോൾ എല്ലാവരും ധരിച്ചത് അയോധ്യ മണ്ഡലത്തിൽ BJP ജയിക്കുന്നതാണ്, ഷുവർ സീറ്റാണെന്നല്ലേ കരുതിയിരുന്നത്. അവിടെയാണ് BJP തോറ്റുപോയത്. അവധേഷ് പ്രസാദിന്റെ ഒരു സാന്നിധ്യം കൊണ്ടായിരുന്നു അല്ലേ? പുള്ളി ഭയങ്കര പോപ്പുലർ ആയിരുന്നു. അതെ, അതായിരുന്നു. പിന്നെ അയോധ്യയിൽ കുറെ നുണ പറഞ്ഞു വരുത്തിയവർ. ഈ ഭരണഘടന മാറ്റിക്കളയും, നിങ്ങളുടെ സംവരണം എടുത്തു കളയും. പിന്നെ അവിടെ പല കടകള് ഒക്കെ നേരത്തെ നീക്കിയിരുന്നല്ലോ പണിയുടെ ഭാഗമായിട്ടൊക്കെ. അവർക്കൊന്നും നഷ്ടപരിഹാരം സമയത്തിന് കൊടുത്തിരുന്നില്ല. അതിന് കുറച്ചു കാലം ഒരുപാട് പേർക്ക് കൊടുത്തിരുന്നു. കുറച്ച് കാലതാമസമൊക്കെ വന്നിട്ടുണ്ടാവും. അങ്ങനെ അയോധ്യയിൽ ഒരുപാട് ഇഷ്യൂസ് ഈ പച്ചക്കള്ളത്തിന് പുറമെ ഈ അഖിലേഷ് യാദവും രാഹുൽ ഗാന്ധിയൊക്കെ പോയി അവിടെ പ്രസംഗിച്ചിരുന്നല്ലോ. അതാണ് പ്രധാനം. ഉത്തർപ്രദേശിലെ BJPക്ക് അടിതെറ്റിയതിൻ്റെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം അത് അയോധ്യയിൽ മാത്രമല്ല, ഉത്തർപ്രദേശിൽ പൊതുവെ ഈ ഭരണഘടന ഇവർ മാറ്റിക്കളയും, നിങ്ങൾക്ക് സംവരണം എടുത്ത് കളയുന്നൊക്കെ ഈ പട്ടികജാതി വർഗ വോട്ടർമാരോട് പറഞ്ഞ് അവർ വിശ്വസിച്ചു പോയി. അവർക്കത് തെറ്റാണെന്ന് ഇപ്പോൾ ബോധ്യപ്പെട്ടിട്ടുണ്ട്. ഇത് 8 തവണ ഈ തെരഞ്ഞെടുപ്പ് നടക്കുന്നതിന് മുമ്പേ യോഗി ആദിത്യനാഥ് ഈ മിൽക്കിപ്പൂരിൽ സന്ദർശനം നടത്തിയിരുന്നു. ഇത്തവണ അവിടെ ജയിച്ചിരിക്കും എന്നുറപ്പും വരുത്തിയിരുന്നു. അങ്ങനെയാണ് ഈ പകരം വീട്ടിയിരിക്കുന്നത്. അയോധ്യയിലെ തോൽവിക്ക് വേണ്ടി ജയിച്ചിരിക്കുന്നത് BJPയുടെ ചന്ദ്രഭാനു പാസ്വാൻ മുമ്പ് അവിടെ നിന്ന് ജയിച്ചിട്ടുണ്ട്. അപ്പോൾ ചന്ദ്രഭാനു പാസ്വാനും അജിത് പ്രസാദും, അതായത് അവധേഷ് പ്രസാദിൻ്റെ മകൻ, 2 സ്ഥാനാർത്ഥികളും ഒരേ സമുദായത്തിൽപ്പെട്ടവരാണ്. ഇത് SC സംവരണ മണ്ഡലമാണ്, പട്ടികജാതി സംവരണ മണ്ഡലമാണ്. രണ്ടുപേരും ഈ പാസി എന്ന് പറഞ്ഞ ദലിത് വിഭാഗത്തിൽപ്പെട്ട ആളുകളാണ് രണ്ടുപേരും. അപ്പോൾ ആ വോട്ടിൽ അത്യാവശ്യം സ്പ്ലിറ്റ് വന്നിട്ട് ബാക്കിയുള്ളവർ വോട്ട് ചെയ്താലും BJP ജയിക്കുമല്ലോ. 61,710 വോട്ടാണ് ഭൂരിപക്ഷം ഈ ചന്ദ്രഭാനു പാസ്വാന്, BJPയുടെ സ്ഥാനാർത്ഥി. ഇത് റെക്കോർഡാണ് ആ മണ്ഡലത്തിൽ നിലവിലുള്ള റെക്കോർഡ് 2012 ഈ അവധേഷ് പ്രസാദ് തന്നെ. അവധേഷ് പ്രസാദിൻ്റെ സ്ഥിരം മണ്ഡലമായിരുന്നു മിൽക്കിപ്പൂർ. അയോധ്യയിൽ ജയിച്ചപ്പോഴാണ് അവധേഷ് പ്രസാദ് പുറത്തറിയപ്പെട്ടു തുടങ്ങിയത്. 2012 അവധേഷ് പ്രസാദിൻ്റെ ഭൂരിപക്ഷം 34,237 വോട്ടായിരുന്നു. അതാണ് ഇതുവരെയുള്ള റെക്കോർഡ്. ഇപ്പോൾ ഏതാണ്ട് അതിൻ്റെ ഇരട്ടി BJP നേടി, പുതിയ റെക്കോർഡ് വന്നു. ഈ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിലാണ് അവധേഷ് പ്രസാദ് അവിടെ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ടത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഈ അവിടെ നിന്ന് തോറ്റുപോയ സ്ഥാനാർത്ഥി കേസ് കൊടുത്തിരുന്നു. ഈ മിൽക്കിപ്പൂരിൽ നിന്ന് അവധേഷ് പ്രസാദ് തിരഞ്ഞെടുക്കപ്പെട്ടപ്പോൾ അവിടെ BJP സ്ഥാനാർത്ഥിയായിരുന്ന ആൾ കൊണ്ടുപോയി തിരഞ്ഞെടുപ്പ് കേസ് കൊടുത്തിരുന്നു. ഇയാളുടെ രേഖകളിലൊക്കെ കൃത്രിമം ഉണ്ടെന്ന് പറഞ്ഞിട്ട് തിരഞ്ഞെടുപ്പ് കേസ്. അതുകൊണ്ടാണ് അവിടെ ഉപതെരഞ്ഞെടുപ്പ് വൈകിയത്.
അല്ലെങ്കിൽ നേരത്തെ തന്നെ നടക്കേണ്ട, അല്ലെങ്കിൽ നേരത്തെ ആ കുന്തർക്കിയിലൊക്കെ ഉപതെരഞ്ഞെടുപ്പ് നടന്നില്ലേ കഴിഞ്ഞ മാസം, മഹാരാഷ്ട്രയിലും ഒക്കെ അതിൻ്റെ കൂടെ നടക്കേണ്ടതായിരുന്നു. അപ്പോൾ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ ആ തെരഞ്ഞെടുപ്പ് കേസ് പിൻവലിച്ചു. കൊടുത്ത ആൾ തന്നെ പിൻവലിച്ചു. BJP സ്ഥാനാർത്ഥി പിൻവലിച്ചു. കാരണം BJPക്ക് അവിടെ തെരഞ്ഞെടുപ്പ് നടത്തിയിട്ട് ജയിക്കണമല്ലോ. അപ്പോൾ പാർട്ടി തന്നെ ആലോചിച്ച് പിൻവലിച്ചിട്ടാണ് തെരഞ്ഞെടുപ്പ് ഇപ്പോൾ നടന്നത്. അതാണ് വൈകാനുള്ള കാര്യം. അപ്പോൾ ഇപ്പോൾ ജയിച്ച സ്ഥാനാർത്ഥി പാസ്വാൻ പറഞ്ഞു ഡബിൾ എൻജിൻ സർക്കാർ എന്നുള്ള വാഗ്ദാനം വോട്ടർമാർ സ്വീകരിച്ചിരിക്കുന്നു. മുസ്ലിങ്ങളും യാദവ് സമുദായവും ഈ സമാജ്വാദി പാർട്ടിക്കൊപ്പം അവിടെ നിന്നിട്ടുണ്ട് എന്നാണ് കരുതുന്നത്. പാസികൾ, ഈ അജിത്തും പാസ്വാനും പാസി സമുദായത്തിൽപ്പെട്ടവരാണല്ലോ, അവരും ഈ SCകൾ പട്ടികജാതി വിഭാഗം മൊത്തത്തിലും BJPയുടെ കൂടെ നിന്നിട്ടുണ്ട് എന്നാണ് ഈ തെരഞ്ഞെടുപ്പ് ഫലം തെളിയിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നിന്ന് വളരെ പെട്ടെന്ന് ഒരു ചേഞ്ച് ഉണ്ടായിരിക്കും, മാറ്റം വന്നിരിക്കുന്നു ഉത്തർപ്രദേശിൽ. അപ്പോൾ ഇപ്പോൾ അവിടെ ഉത്തർപ്രദേശിൽ തെരഞ്ഞെടുപ്പ് നടന്നാൽ കഴിഞ്ഞ അവിടുത്തെ അവസ്ഥയൊന്നും അല്ല. അപ്പം ജനങ്ങൾ യാഥാർത്ഥ്യം എന്താണെന്ന് തിരിച്ചറിഞ്ഞു അല്ലേ? ആ കുപ്രചരണങ്ങളെല്ലാം പൊളിഞ്ഞു. അതെ, അതൊക്കെ പൊളിഞ്ഞു. അപ്പോൾ ഈ അവിടെ ആ മണ്ഡലത്തിൽ ബ്രാഹ്മണർ 65,000 പേരുണ്ട്, താക്കൂർമാർ 18,000 പേരുണ്ട്. ആ വോട്ടുകളൊക്കെ BJPക്ക് കിട്ടിയതായിട്ടാണ് കണക്കാക്കുന്നത്. സംവരണ സീറ്റിൽ 1.25 ലക്ഷം പട്ടികജാതിക്കാരുണ്ട്. അതിൽ 70,000 പേര്, ആ 1.25 ലക്ഷത്തിൽ 70,000 പേര് പാസി സമുദായത്തിൽ നിന്നുള്ളവരാണ്. മുസ്ലിങ്ങളും യാദവും, ഈ മുസ്ലിങ്ങൾ 55,000 പേരുണ്ട്, യാദവന്മാർ 32,000 പേരുണ്ട്. ആ വോട്ട് അജിത് പ്രസാദിന് കിട്ടിയിട്ടുണ്ടാവാം. അഖിലേഷിൻ്റെ ഈ PDA എന്ന് പറഞ്ഞൊരു സിദ്ധാന്തത്തിന് വലിയ തിരിച്ചടിയാണ് കിട്ടിയിരിക്കുന്നത്. PDA എന്ന് പറഞ്ഞാൽ പിച്ച്ഡ ദലിത് അല്പസംഖ്യക് എന്ന് പറഞ്ഞ് OBCകൾ ഇവരെല്ലാവരും കൂടി കൂട്ടി നമ്മുടെ കൂട്ടത്തിൽ നിർത്തുക എന്നുള്ള തന്ത്രമാണത്. പിന്നെ അവിടെ ചൗരാസ്യ, വിശ്വകർമ്മ, മൗര്യ, ചൗഹാൻ, ഈ OBCകൾ അവരെല്ലാവരും കൂടി 30,000 പേരുണ്ട്. അവരും BJPക്കൊപ്പം നിന്നിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ പട്ടികജാതി വർഗം, OBC ഒക്കെ BJPയുടെ കൂടെ മടങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ അവധേഷ് പ്രസാദ് ഈ തിരഞ്ഞെടുക്കപ്പെട്ട ശേഷം ഇപ്പം നമ്മൾ കെജ്രിവാളിനെ പറ്റിയൊക്കെ പറയുന്ന പോലെ അരഗൻ്റായിരുന്നു, ധാർഷ്ട്യം പ്രകടിപ്പിച്ചിരുന്നു. അയാളെ ജനങ്ങൾക്ക് കാണാനൊന്നും പറ്റില്ലായിരുന്നു, ഇടനിലക്കാർ വഴിയൊക്കെ കാണാൻ പറ്റുമായിരുന്നുള്ളൂ. അപ്പോൾ അജിത് പ്രസാദ് അല്ലായിരുന്നെങ്കിൽ, ഇയാളുടെ ഈ മോനല്ലായിരുന്നെങ്കിൽ വേറെ ആരെ പിടിച്ചു നിർത്തിയാലും കൂടുതൽ വോട്ട് കിട്ടുമായിരുന്നു എന്നാണ് ഇപ്പോൾ വോട്ടർമാർ പറയുന്നത്. മക്കളെപ്പോലെ തന്നെ അവധേശും മറ്റുള്ളവർക്ക് എന്താ പറയുക ആക്സസിബിൾ ആയിരുന്നില്ല, കാണാൻ കിട്ടുമായിരുന്നില്ല, പോയി കാണാൻ പറ്റില്ലായിരുന്നില്ല. പാസി ഗ്രാമങ്ങൾ അജിത്തിനെതിരെ വോട്ട് ചെയ്തിട്ടുണ്ടെന്നാണ് കണക്കാക്കുന്നത്. അഖിലേഷ് പറഞ്ഞിരിക്കുന്നത് സാധാരണ കെജ്രിയും രാഹുലും ഒക്കെ പറയുന്ന പോലെ തെരഞ്ഞെടുപ്പ് യന്ത്രത്തിനെ മിസ്യൂസ് ചെയ്തു, ദുരുപയോഗപ്പെടുത്തി യോഗി ആദിത്യനാഥ്. ജനങ്ങളെതിരെ വോട്ട് ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലേ, ജനാധിപത്യത്തിൽ അങ്ങനെയാണല്ലോ, ജനം ഞങ്ങൾക്ക് വോട്ട് ചെയ്തില്ല എന്ന് പറഞ്ഞാൽ സത്യമായിരിക്കും. അത് പറയാനായിട്ട് ബുദ്ധിമുട്ടാണ് ഇവർക്ക്. യോഗി ഒരു അതിഗംഭീരമായ ക്യാമ്പയിനാണ് ചെയ്തിരുന്നത്. 8 തവണ അവിടെ ചെന്നു, 9 മന്ത്രിമാർക്ക് അവിടെ ചുമതല കൊടുത്തു, 40 MLA-മാരെ അവിടെ ഡ്യൂട്ടിക്കിട്ടു യോഗി ആദിത്യനാഥ്. അങ്ങനെയാണ് പിടിച്ചെടുത്തത് ഈ മണ്ഡലം. യോഗി ആദിത്യനാഥും ഈ ജയത്തിന് ശേഷം പറഞ്ഞു ഈ ഡബിൾ എൻജിൻ എന്ന് പറഞ്ഞ വാഗ്ദാനം വോട്ടർമാർ സ്വീകരിച്ചു. അവധേഷ് പ്രസാദിന് 2 മക്കളാണ്, ആൺമക്കൾ, അമിതും അജിത്തും. അപ്പോൾ ഈ മെയിൻപുരിയിൽ സ്ഥാനാർത്ഥി നേരത്തെ ആകാനൊക്കെയുള്ള ശ്രമമൊക്കെ നടത്തിയിരുന്നതാണ് ഇവർ. മെയിൻപുരിയിൽ നിന്നുള്ള ഇപ്പോഴത്തെ MP ഡിംപിൾ യാദവ്, അഖിലേഷിൻ്റെ ഭാര്യ, അവരിവിടെ റോഡ് ഷോ നടത്തിയിരുന്നു അജിത് പ്രസാദിന് വേണ്ടിയിട്ട്. ഗുണമൊന്നും ഉണ്ടായില്ല. അത് ഈ തെരഞ്ഞെടുപ്പ് അവസാന ഘട്ടത്തിൽ, പ്രചാരണത്തിൻ്റെ അവസാന ഘട്ടത്തിൽ, അഖിലേഷിൻ്റെ റാലിയും അവസാന ഘട്ടത്തിൽ നടന്നിരുന്നു. അപ്പോൾ ഇനിയിപ്പോൾ അവിടെ SP പച്ച തൊടുന്ന് തോന്നുന്നില്ല ഉത്തർപ്രദേശിൽ. എന്നിട്ട് ഇപ്പോൾ ഈ ഡെപ്യൂട്ടി മുഖ്യമന്ത്രി കേശവ് പ്രസാദ് മൗര്യ പറഞ്ഞു ഈ വിജയം ഒരു ട്രെയിലർ മാത്രമാണ്, 2027 ഞങ്ങൾ SP-യൊക്കെ കിട്ടിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. 2022 ഈ സീറ്റിൽ മത്സരിച്ചിട്ടുള്ള ബാബ
ഗോരഖ്നാഥ് BJPയുടെ സ്ഥാനാർത്ഥി, അദ്ദേഹമാണ് അവധേശിനെതിരെ തെരഞ്ഞെടുപ്പ് കേസ് കൊടുത്തിരുന്നത്, ബാബ ഗോരഖ്നാഥ്. ആ കേസ് തെരഞ്ഞെടുപ്പ് കേസ് പിൻവലിച്ചിട്ടാണ് ഇപ്പോൾ അവിടെ ഉപതെരഞ്ഞെടുപ്പ് നടന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ അവിടുത്തെ ജനങ്ങളെയൊക്കെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കാൻ SP-ക്കും കോൺഗ്രസിനും ഒരു പരിധി വരെ കഴിഞ്ഞിരുന്നു, ഒരുപാട് വിജയിച്ചിരുന്നു കഴിഞ്ഞ തവണ. പിന്നെ അവർ ഈ മറ്റേ പ്രോനോട്ടിലൊക്കെ ഒപ്പിട്ട് കൊടുക്കുക. അതെ അതെ, അതെല്ലാം ഇത്ര ലക്ഷം കൊടുക്കും എന്നൊക്കെ പറഞ്ഞിട്ട് അതെല്ലാം കള്ളത്തരാണെന്ന് ജനങ്ങൾ തിരിച്ചറിയുകയും ചെയ്തു. അപ്പോൾ ഇനി അത്തരത്തിലുള്ള ഒരു പ്രചരണത്തിലേക്ക് അവർ ശ്രമിച്ചു. തെരഞ്ഞെടുപ്പ് ജിഹാദ് നടത്തണം എന്നൊക്കെ കഴിഞ്ഞ തവണ ആഹ്വാനം ഉണ്ടായിരുന്നു SP-യുടെ, ഇലക്ഷൻ ജിഹാദ്. മുസ്ലിം പോക്കറ്റുകളിലൊക്കെ ചെന്നിട്ട് കുടുംബയോഗങ്ങളൊക്കെ വിളിച്ചു കൂട്ടി വോട്ട് ജിഹാദ് നടത്തണം എന്നൊക്കെ പറഞ്ഞതായിട്ടൊക്കെ റിപ്പോർട്ടുകൾ വന്നിരുന്നു ആ കാലത്ത്. അപ്പോൾ എന്തായാലും ഈ അവധേഷ് പ്രസാദിൻ്റെ അമിത ആത്മവിശ്വാസമായിരുന്നു മകനെ കൊണ്ട് നിർത്താനുള്ളത്. ഞാനെന്തോ വലിയൊരു നേതാവായി മാറി എന്നുള്ള ചിന്തയുണ്ടായി. അത് മാത്രമല്ല, ഒരു അപ്പനെ നാട്ടുകാർ വിജയിപ്പിച്ചു അയോധ്യയിൽ, പിന്നെ അയാളും മോനെ കൊണ്ട് നിർത്തുക, അങ്ങനെയാണോ വേണ്ടത്? ഇത് കുടുംബാധിപത്യമൊന്നും അല്ലല്ലോ ആ മണ്ഡലത്തിൽ വേണ്ടത്. അങ്ങനെ തന്നെ ആളുകൾക്ക് മടുക്കും. എന്തായാലും BJP ചെയ്തത് കൃത്യമായ ഒരു മറുപടി തന്നെയാണ് അല്ലേ? അതെ അതെ അതെ. ഏതായാലും അയോധ്യ മറ്റേ ആ ഒരു അഭിമാനം വീണ്ടെടുത്തു എന്ന് പറയാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.